കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മുസ്ലിം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ലല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് BJPയുടെ ലക്ഷ്യമായി മാറുമെന്നത്. BJP അനുകൂല ചാനലുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞെട്ടിക്കുന്ന 2 പ്രധാന വാർത്തയാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ശോഭാ സുരേന്ദ്രന് BJPക്കാർ തെറിവിളിക്കുകയാണ്. RSSകാർ നിരന്തരം അൺഫോളോ ചെയ്യുകയാണ്, തന്തക്കും തള്ളക്കും വിളിച്ച് തെറിവിളിക്കുകയാണ്. എന്താണ് കാരണം? ശോഭാ സുരേന്ദ്രനോട് ചില സംഘികൾ കമ്മലിട്ട് പറയുന്നത് എത്രയും പെട്ടെന്ന് പാർട്ടി വിടണമെന്നാണ്, അതായത് പാർട്ടിയിൽ നിന്ന് പോകണമെന്നാണ്. എന്താണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്? അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ സൈഡിൽ വെച്ച് തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുലിനെ BJPയിലേക്ക് എത്തിക്കാൻ വലിയൊരു ഭീമമായ ചർച്ച നടന്നു. അതായത് BJPക്കാർ രാഹുലിനോട് പറയുന്നത് നിനക്ക് BJP ടിക്കറ്റിൽ പാലക്കാടിൽ മത്സരിക്കാം, ജസ്റ്റ് ഒന്ന് നിന്ന് തന്നാൽ മതി എന്നാണ്. എന്താണ് രാഹുൽ അവർക്ക് കൊടുത്ത റീപ്ലൈ? അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അടങ്ങുന്ന അതും ഞാൻ വെച്ച് തരാം. എന്താണ് രാഹുൽ കൊടുത്ത മറുപടി? ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ നിരന്തരമായി ആക്രമിക്കുന്നത്, അൺഫോളോ ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഈ കുഞ്ഞു വിരലുകളൊന്നും അമർത്തണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, കാണാൻ വേണ്ടിയിട്ട് ഒരു 2 മുസ്ലിം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും ഇവർ വന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് MBA പഠിക്കണം, അപ്പൊ അതിന് എന്തായാലും ശോഭ ചേച്ചി സഹായിക്കും. ആദ്യം പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ കാര്യം കൈയടിച്ച് സത്യം ചെയ്തിട്ട് അമ്മ എന്ന് വിളിക്കുന്നത് ശോഭമ്മ സമ്മതിക്കണം. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ ധൈര്യത്തോടു കൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ പാർട്ടിയുടെ പ്രവർത്തകരും ഉണ്ട്. ഞാൻ ഒന്നും ആലോചിച്ചില്ല. കാരണം ഒരു പെൺകുട്ടി എന്ത് കാര്യം എനിക്കും പറയാം. ഒന്നുകിൽ അവൾക്ക് മാനസികമായിട്ടുള്ള പീഡനമോ ശാരീരികമായിട്ടുള്ള പീഡനമോ അതല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പറയാനായിരിക്കുമല്ലോ അവൾ ആശ്രയമായിട്ട് എന്നെ കാണുന്നുണ്ടാവുക. എന്താണെങ്കിലും ചെയ്തു തരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ചെയ്തു തരാം. അങ്ങനെ അവൾ എൻ്റെ മോളായിപ്പോ. കാരണം ലോക്കൽ ഗാർഡിയൻ ഞാനാണ്. അവളെ MBAക്ക് ചേർത്തിട്ടുണ്ട്. അവളുടെ കാര്യങ്ങളും വിദ്യാഭ്യാസവും എല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാടില് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. എല്ലാ കുട്ടികളെയും പോയി എടുക്കല്ല, ദൈവമായിട്ട് ചില സങ്കടകരമായിട്ടുള്ള ആളുകളെ നമ്മുടെ അരികിലേക്ക് വരുത്തുകയാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പം പാലക്കാടിലൊരു വാർത്ത ഒരു ദിവസം വന്നു പേപ്പറിൽ. കണ്ണ് കാണാത്ത കുമാരേട്ടൻ എന്ന് പറയുന്ന ഒരാള് ലോട്ടറി വിറ്റ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകള് സ്ട്രീറ്റ് ലൈറ്റിൽ പഠിച്ചിട്ട് +2 അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നുള്ളൊരു വാർത്ത വന്നു. അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചു, ഞാൻ എന്ത് പേപ്പർ വായിക്കുമ്പോഴും എന്റെ ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കിയിട്ട് എന്നോട് പറയും ഇപ്പൊ അങ്ങോട്ട് പോവും എടുക്കാനായിട്ട്, ആ കുട്ടിയെ എടുക്കാനായിട്ട് പോകുന്ന പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്. അത് ഞാൻ അതിനെയൊക്കെ ഒരു പ്ലസ് ആയിട്ട് കണക്കാക്കുക. കാരണം നമ്മളത് നല്ല കാര്യമല്ലേ ചെയ്യും. അങ്ങനെ കുറെ പേരുണ്ട്. ഈ വീഡിയോ പുറത്തു വന്നതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ഉറക്കമില്ല എന്നതാണ്. നിരന്തരം ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കുകയാണ്. അതായത് കുറേ സൈബർ അറ്റാക്കാണ് ശോഭാ സുരേന്ദ്രന് വരുന്നത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്തിനാണ് വർഗീയത? നമ്മളെല്ലാവരും ഒന്നല്ലേ? ഇവിടെ ഒരു മതമുള്ളോ? ആ മതത്തിൻ്റെ പേര് മനുഷ്യമതമല്ലേ? കൃഷ്ണൻ ഒന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. അങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. ശോഭാ സുരേന്ദ്രൻ 2 മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിപ്പിനുള്ള പൈസ കൊടുക്കുന്നു, ശോഭാ സുരേന്ദ്രൻ വളർത്തുന്നു. അതുകൊണ്ട് സംഘികൾക്ക് കുരുപൊട്ടുകയാണ്. എന്താണല്ലേ? സത്യം പറഞ്ഞ കാര്യം, നമ്മുടെ മതേതര കേരളം ഇങ്ങനെയല്ലേ വേണ്ടത്? ഇങ്ങനെയുള്ളവർ ജയിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ശോഭാ സുരേന്ദ്രൻ BJPയിൽ മത്സരിച്ചാലും ജയിക്കണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കാരണം BJPക്കാരനായാലും CPMകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരാണ് വിജയിച്ച് നമുക്ക് കാണേണ്ടത്. ഇത്തരത്തിലുള്ള ജനങ്ങൾ ഭരിച്ചാൽ നമ്മുടെ കേരളം നന്നാവുമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ശോഭാ സുരേന്ദ്രനോട് BJPക്കാർ നിരന്തരം, അതായത് മതമെന്ന് തലക്ക് പിടിച്ച ചിലർ പറയുന്നത് എത്രയും പെട്ടെന്ന് പാർട്ടി വിടണമെന്നാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് വെറുപ്പാണെന്നാണ് അവർ കമ്മലിട്ട് പറയുന്നത്. എന്താ അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കണം. ഓക്കെ, ഞാൻ വലിയ ലെങ്ത്തുള്ള ഓഡിയോ ക്ലിപ്പാണ്. ഞാൻ വെറും 30 സെക്കൻഡിൻ്റെ ഓഡിയോ ക്ലിപ്പ് വെച്ച് തരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്, രാഹുൽ എന്താണ് മറുപടി കൊടുത്തത്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇപ്പോൾ അടിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് BJPയുടെ ലക്ഷ്യമായി മാറുമെന്നത്. BJP അനുകൂല ചാനലുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറും ഒരു വാർത്തയല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സൂചനയാണ്. രാഹുൽ കോൺഗ്രസിൽ തുടരുമോ, അല്ലെങ്കിൽ BJPയുടെ പുതിയ ആയുധമാകുമോ? നോക്കൂ, ഇത് കോൺഗ്രസിന് 8ന്റെ പണിയാണ് കിട്ടുന്നത്. ഓക്കെ, VD സതീശൻ കാണിച്ച മണ്ടത്തരത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ, അത്രമാത്രം നമുക്കിതിനെ കാണാൻ പറ്റും.
പാവം രാഹുൽ നല്ല മനുഷ്യനായതുകൊണ്ട് രാഹുൽ പറയുകയാണ്, രാഹുലിന് ചില BJP നേതാക്കൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ പ്രശ്നമാവും, ചില BJP നേതാക്കൾ രാഹുലിനോട് പോയി പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം, നീ ഒന്നും ചെയ്യേണ്ട, നിന്റെ കേസിന് ഞങ്ങൾ കട്ടക്ക് കൂടെ നിൽക്കും, നിന്റെ ഒപ്പം ഞങ്ങൾ കട്ടക്ക് നിൽക്കും, അതായത് നീ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നീ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ഒരു ചെറിയ ഉറപ്പ് തന്നാൽ പാലക്കാടിൽ നിന്നെ BJP ടിക്കറ്റിൽ നിന്നെ മത്സരിപ്പിക്കാമെന്നാണ് രാഹുലിനോട് പറഞ്ഞത്. നല്ല മനുഷ്യനായ രാഹുൽ പറയുകയാണ്, എൻ്റെ അപ്പൻ അതായത് നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു, അതുകൊണ്ട് കോൺഗ്രസിനെ വിട്ടിട്ട് ഞാൻ മത്സരിക്കുന്നില്ല, അഥവാ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ചോളാം, അല്ലാതെ BJPയിലേക്കും CPMയിലേക്കും ഞാൻ പോകുന്നില്ല, അങ്ങനെ പോവാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് രാഹുൽ കൊടുത്ത മറുപടി. പിന്നീടും രാഹുലിനോട് ആലോചിക്കാനും സമയം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. ഓക്കെ, രാഹുൽ BJPയിലേക്ക് പോയാൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഒരിത്തിരി പോലും രാഹുലിനെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ കേസ് വരുമ്പോൾ രാഹുലിനെ കോൺഗ്രസ് ഒറ്റപ്പെടുത്തിയെന്നതാണ്. ഞാൻ ഉള്ളതല്ലേ പറയുന്നത്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ലോണം ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ, രാഹുലിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് ചെയ്തത് വലിയൊരു വെട്ടിത്തരമാണ്, വലിയൊരു മണ്ടത്തരം മാത്രമാണ്. നമുക്കതിനെ അങ്ങനെയായി മാത്രം കാണാൻ പറ്റും. ഓക്കെ, ഈ വിഷയം ശശി തരൂരിനും സണ്ണി ജോസഫിനും അറിഞ്ഞ് ആകെ സങ്കടപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ശശി തരൂർ പറയുന്നത് അയാളൊരു ചെറുപ്പക്കാരനാണ്, അതായത് രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊരുത്തപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് സണ്ണി ജോസഫും ഈ പറഞ്ഞ ശശി തരൂരും VD സതീശനെ അറിയിച്ചത്. എന്നാൽ മുരളീധരൻ പറയുകയാണ്, ഒരിക്കലും രാഹുൽ തിരിച്ചു വന്നാൽ ഞാൻ പാർട്ടി വിടും, ഞാൻ വലിയ പ്രശ്നമുണ്ടാക്കും, രാഹുലിനെ യാതൊരു കാരണം വെച്ചാലും പാർട്ടിയിലേക്ക് എടുക്കരുത് എന്നാണ് മുരളീധരൻ ഒറ്റയ്ക്ക് പറയുന്നത്. ഓക്കെ, മുരളി പറയുന്നത് അതായത് രാഹുലിൻ്റെ കേസ് ഇല്ലാതാവട്ടെ ഉള്ളതാവട്ടെ എന്ത് മണ്ണാങ്കട്ടയാവട്ടെ, രാഹുൽ ഒരിക്കലും കോൺഗ്രസിൽ മത്സരിക്കരുത്, പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത് എന്നാണ് ഈ പറയുന്ന കെ മുരളീധരൻ പറയുന്നത്. എന്തിനാണ്? അയാളൊരു മനുഷ്യനല്ലേ? അയാളും നിങ്ങളെപ്പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, കോൺഗ്രസ്സുകാരാ നിങ്ങളോടാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി സാറിനൊരു ഇല്ലാത്ത കേസ് വന്നു, എന്തിനു വേണം VD സതീശനൊരു കേസ് വന്നു. അപ്പോൾ നിങ്ങളൊക്കെ നിന്നത് VD സതീശൻ്റെ ഒപ്പമാണ്. ഉമ്മൻചാണ്ടി സാറിന് ഇല്ലാത്ത കേസ് വന്നിട്ട് അത് തെളിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ കുറേ കള്ളക്കേസ് വന്നിട്ടും രാഹുലിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരെ രാഹുലിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല? അതായത് നമ്മുടെ രാഹുൽ പാലക്കാടിൽ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാലും ഒരുപക്ഷെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലൊക്കെ നമ്മൾ പൂളയച്ചു കൊടുക്കുമ്പോൾ പാലക്കാടുകാർ പറയുന്നത്, രാഹുൽ നിന്ന് കഴിഞ്ഞാൽ, രാഹുൽ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രാഹുലിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ സാക്ഷാൽ ഷാഫി പറമ്പിലാണെങ്കിലും എതിരാളി. നമുക്കെല്ലാവർക്കും അറിയാം, ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ ജയം ഉറപ്പാണ്. ഷാഫി പറമ്പിൽ നിൽക്കൂല, അത് വേറെ കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് സാക്ഷാൽ ഷാഫി പറമ്പിൽ നിന്നാലും ഞങ്ങൾ രാഹുലിനെ ജയിപ്പിക്കും. കാരണം ഒരു കള്ളക്കേസാണെന്ന്. ഇപ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണില്ലാത്ത കേസ് കൊടുക്കുമ്പോൾ, ഇല്ലാത്ത ആരോപണം കൊടുക്കുമ്പോൾ, രണ്ടാമത്തെ കേസിൻ്റെ വിഷയമാണ്. ആദ്യ കേസിൽ രാഹുലിനെ ആ പെണ്ണ് ചതിച്ചതാണ്, 23 എന്ന് പറയുന്ന അങ്ങനെ ഒരു പെണ്ണില്ല. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് ഇല്ലാത്ത കേസ് കൊടുക്കുമ്പോൾ നമ്മളെ പാർട്ടി നമ്മുടെ കൈവിടുമ്പോൾ എന്താവും അവസ്ഥ? അപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാടിൽ മത്സരിക്കുമോ? ഇപ്പോൾ കുറേ ആൾക്കാർ അതായത് പറയുന്നത് സന്ദീപ് വാര്യർ പാലക്കാടിൽ മത്സരിക്കും, അതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? സന്ദീപ് വാര്യർ അതായത് മാധ്യമത്തിന് മുമ്പിൽ സന്ദീപ് വാര്യർ പറഞ്ഞത്, എന്നോട് പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. പക്ഷേ അതിന് പിന്നിൽ സന്ദീപ് വാര്യരുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് സന്ദീപ് വാര്യർ പറഞ്ഞത്, പാലക്കാടിൽ എൻ്റെ ജന്മത്തിൽ ഞാൻ മത്സരിക്കില്ല എന്നാണ്. വാർത്തയുടെ മുമ്പിൽ എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ. വാർത്തയുടെ മുമ്പിൽ സന്ദീപ് വാര്യർ ഞാൻ പാലക്കാടിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്തയാവും, വലിയ വിവാദമാവും. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ വലിയ മാനേജ്മെന്റായ സണ്ണി ജോസഫിനോടൊക്കെ പറഞ്ഞു, പാലക്കാടിൽ എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് സീറ്റേ വേണ്ട, ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി ഉണ്ടാണ്ടിരുന്നോളാം. അതായത് പാലക്കാടിൽ രാഹുലിന്റെ മണ്ഡലത്തിൽ ഞാൻ ഒരിക്കലും മത്സരിക്കില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞ വിവരം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്സുകാർ ആ സമയമുണ്ട്, എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് രാഹുലിനെ തിരിച്ച് പാർട്ടിയിലെത്തിച്ച് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ BJPക്ക് പോയെന്നും വരാം. മനുഷ്യന്മാരല്ലേ? BJPക്ക് പോയാൽ ഉറപ്പായിട്ടും രാഹുലിന് ജനപിന്തുണ കിട്ടും. കാരണം രാഹുൽ ഒരു തെറ്റുകാരനല്ല. എല്ലാ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി, രാഹുലിന് സപ്പോർട്ടാണ് കമന്റ് ബോക്സ്. കാരണം മനുഷ്യന്മാരല്ലേ, കാമം എല്ലാവർക്കും ഉള്ളല്ലേ. ഇപ്പോൾ രാഹുൽ ആ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട് ഇത് കാണുന്ന പെണ്ണുമാണുമായിട്ടുള്ളവരോട് ഞാൻ പറയുക, നിങ്ങൾക്ക് കാമമില്ലേ? എല്ലാവർക്കുമുള്ള ഒരു ഉറുമ്പിനടക്കം കാമം, ദൈവം സൃഷ്ടിച്ച
ഉറുമ്പിനടക്കം കാമമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാത്രി സമയത്ത് ഒരു പെണ്ണ്, ഇപ്പം ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ഒരു പെണ്ണ് നിരന്തരം മെസ്സേജ് അയച്ച് വാ എന്ന് പറഞ്ഞാൽ പോകൂലേ? കാരണം നമ്മൾ അവളെ വിവാഹം കഴിക്കും, അങ്ങനെ ചിന്തിച്ച് അങ്ങനെയാണ് പാവം രാഹുൽ പോയത്. അപ്പോൾ അതിനുശേഷം അതൊരു കേസാവുമ്പോൾ കോൺഗ്രസ് രാഹുലിൻ്റെ ഒപ്പം നിൽക്കാത്തത് വലിയ രീതിയിൽ തെറ്റെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.